ഹായ് 10ICC ഫിസിക്സിൻ്റെ മറ്റൊരു ന്യൂമറിക്കൽ ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ EMFനെ കുറിച്ചുള്ള രണ്ട് പാർട്ടായിട്ട് രണ്ട് വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതിൻ്റെ ബാക്കിയാണിത്. ഇത് പാർട്ട് 3 ആണ്. ഓക്കെ, ന്യൂമറിക്കൽസ് പാർട്ട് 3 EMFനെ കുറിച്ചുള്ള. നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം ഡയറക്റ്റായിട്ട് തന്നെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ സെൽ സപ്ലൈസ് എ കറണ്ട് ഓഫ് 1.2 ആംപിയർ. എ സെൽ സപ്ലൈസ് എ കറണ്ട് ഓഫ് 1.2 ആംപിയർ അല്ലേ. 1.2 ആംപിയർ കറണ്ടാണ് ഒരു സെല്ല് കൊടുക്കുന്നത്. 1.2 ആംപിയർ 1.2 ആംപിയർ current supplied by a cell through two resistors each of 2 ohm connected in parallel. രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട്. രണ്ടിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്? 2 ohm ആണ്. രണ്ട് റെസിസ്റ്ററുകൾ 2 ohmന്റെ രണ്ട് റെസിസ്റ്ററുകൾ both are connected in parallel. രണ്ടും പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 2 ohm റെസിസ്റ്ററുകൾ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അവയുമായി ഒരു സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സെല്ല് കൊടുക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് 1.2 ആംപിയർ ആണ്. 1.2 ആംപിയർ കറണ്ട് ആണ് ഈ രണ്ട് റെസിസ്റ്ററുകളും ഈ സെല്ലിൽ നിന്നും ഡ്രോ ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നത്, വലിച്ചെടുക്കുന്നത്. ഓക്കെ, അത്രയും ഇൻഫർമേഷനാണ് തന്നിരിക്കുക. ഇനി ക്വസ്റ്റ്യൻ തീർന്നില്ല, ഇനിയുണ്ട്. വെൻ ദ റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്, ഇതേ റെസിസ്റ്ററുകൾ തന്നെ 2 ohm റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ടാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ 2 ohm റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ when the resistors are connected in series, it supplies a current of 0.4 ampere. ഇതേ സെല്ലുമായി ഈ രണ്ട് റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരുന്നെങ്കിൽ ഇത് എത്ര കറണ്ട് അബ്സോർബ് ചെയ്യും? 0.4 ആംപിയർ അല്ലെ. 0.4 ആംപിയർ കണ്ടോ, കറണ്ട് കുറയും, അതറിയാം നിങ്ങൾക്ക് അല്ലേ. സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, റെസിസ്റ്റൻസ് കൂടിയാൽ കറണ്ട് കുറവായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ ഇത് 0.4, ഇത് 1.2 ആയിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 1 ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ആൻഡ് നമ്പർ 2 EMF ഓഫ് ദ സെൽ. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇന്റേണൽ റെസിസ്റ്റൻസ് ആറും കണ്ടുപിടിക്കണം, EMF കണ്ടുപിടിക്കണം. ഇത് രണ്ടുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് ചെയ്തിരുന്നു. അതായത് രണ്ട് സർക്യൂട്ട് തന്നിരിക്കും, ഇത് കേസ് 1, ഇത് കേസ് 2. ഈ രണ്ട് സർക്യൂട്ട് തന്നിരുന്നാൽ നമുക്ക് രണ്ടെണ്ണം കണ്ടുപിടിക്കേണ്ടി വരും. നമുക്കറിയാം രണ്ട് അൺനോൺസ് കണ്ടുപിടിക്കണമെങ്കിൽ രണ്ട് ഇക്വേഷൻസ് ആവശ്യമാണ് അല്ലെ. മാത്സിൽ നമ്മൾ എക്സ് വൈ ഒക്കെ വെച്ച് പഠിക്കുന്നതാണ്. എക്സും വൈയും കണ്ടുപിടിക്കണമെങ്കിൽ രണ്ട് ഇക്വേഷൻ വേണം. അതുപോലെ നമുക്ക് ഈ സർക്യൂട്ടിൽ നിന്നും ഒരു ഇക്വേഷൻ എഴുതാം, ഈ സർക്യൂട്ടിൽ നിന്നും ഒരു ഇക്വേഷൻ എഴുതാം. ഓക്കെ, ആ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്ത് ആറും എപ്സിലോണും അതായത് EMF കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്കറിയാം എപ്സിലോൺ EMF കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് I × R + R ആണ് അല്ലേ. ഇതാണ് ജനറൽ ഫോർമുല. EMF ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, ഒരു സെല്ലിന് ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ EMF കണ്ടുപിടിക്കാൻ ടോട്ടൽ കറണ്ട് ആണ്. ഓക്കെ, ഇതാണ് ടോട്ടൽ കറണ്ട് ആണ്. ടോട്ടൽ കറണ്ട് ഇൻറ്റു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. ടോട്ടൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്, സെല്ലിന്റെ വെളിയിൽ മൊത്തം എത്ര റെസിസ്റ്റൻസ് ഉണ്ടോ പ്ലസ് സെല്ലിന്റെ അകത്തുള്ള റെസിസ്റ്റൻസ്, ഇന്റേണൽ റെസിസ്റ്റൻസ്. ഓക്കെ, ആദ്യം നമുക്ക് കേസ് 1 എടുക്കാം അല്ലെ. ഒന്നാമത്തെ കേസ് ഇതാണ്. ഒന്നാമത്തെ കേസ് ഇതാണ്. രണ്ടാമത്തെ കേസ് കേസ് 1 കൺസിഡർ ചെയ്യാം. കേസ് 1 കൺസിഡർ ചെയ്താൽ ആദ്യം നമുക്ക് എക്സ്റ്റേണൽ കറണ്ട് നമുക്കറിയാം എത്രയാണ്. കേസ് 1ലെ കറണ്ട് എന്ന് പറയുന്നത് 1.2 ആംപിയർ ആണ്. ടോട്ടൽ കറണ്ട് ആണ്. ഈ റെസിസ്റ്ററിൽ കൂടെയും ഈ റെസിസ്റ്ററിൽ കൂടെയും പോകുന്ന കറണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്കിവിടെ വേണ്ടത് ടോട്ടൽ കറണ്ട് ആണ്. ടോട്ടൽ കറണ്ടാണ് ഇവിടെ ഇരിക്കുക 1.2 ആംപിയർ. ടോട്ടൽ കറണ്ട് അറിയാം, അതൊക്കെയാണ്. അടുത്ത് R കണ്ടുപിടിക്കണം അല്ലേ. ക്യാപിറ്റൽ ലെറ്റർ R, അതായത് ടോട്ടൽ റെസിസ്റ്റൻസ്, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്, ടോട്ടൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. ഇത് രണ്ടും പാരലായിട്ടല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത്. പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. രണ്ടിനും ഒരേ റെസിസ്റ്റൻസ് ആണല്ലോ. രണ്ടിനും ഒരേ വാല്യൂ അല്ലേ. ഒരേ വാല്യൂ ആണെങ്കിൽ ഷോർട്ട് കട്ട് എന്താണ്? ഒരു റെസിസ്റ്റൻസിന്റെ വാല്യൂവിനെ മൊത്തം എത്ര റെസിസ്റ്ററുകളുണ്ടോ, എത്ര റെസിസ്റ്ററുകളുണ്ട്? 2 റെസിസ്റ്ററുകളുണ്ട്. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ആൻസർ 1 ohm. ഇതാണ് ടോട്ടൽ റെസിസ്റ്റൻസ്. 2 ohmഉം 2 ohmഉം പാരലായിട്ട് കണക്ട് ചെയ്താൽ അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് 1 ohm ആയിരിക്കും. അപ്പോൾ 1 ohm ആണെന്ന് കിട്ടി. അപ്പോൾ Iയും കിട്ടി, Rയും കിട്ടി. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സ്മാൾ ലെറ്റർ Rഉം എപ്സിലോണും നമുക്ക് അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു എപ്സിലോൺ I എന്ന് പറയുന്നത് 1.2 ഇൻറ്റു R എന്ന് പറയുന്നത് 1 പ്ലസ് സ്മാൾ ലെറ്റർ R നമുക്കറിയില്ല, ഇങ്ങനെ എഴുതി. ഓക്കെ, ഞാൻ നാളത്തോട്ട് ഇൻറ്റു ചെയ്യാം. 1.2 ഇൻറ്റു 1 1.2 പ്ലസ് 1.2 ഇൻറ്റു R 1.2 R. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. കണ്ടോ, എപ്സിലോണും ആറും വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഇനി രണ്ടാമത്തെ കേസ്, ഈ സർക്യൂട്ടിലും ഇതുപോലെ ഒരു ഇക്വേഷൻ എഴുതണം. അത് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഈ സർക്യൂട്ടിന്റെ ഇക്വേഷൻ ഞാൻ എന്താ ഇവിടെ എഴുതുന്നു. ഇവിടെയും നമുക്ക് കറണ്ട് അറിയാം അല്ലെ. കറണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 0.4 ആംപിയർ ആണ്.
ഇനി റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇവിടെ രണ്ടും സീരീസ് ആണ്. സീരീസ് ആയതുകൊണ്ട് ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ 2 + 2 4 ഓം. ഇനി നമുക്ക് ഇക്വേഷൻ എഴുതാം. എന്തായിരുന്നു? എപ്സിലോൺ I ഇൻറ്റു I എന്ന് പറഞ്ഞാൽ 0.4 ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ R 4 പ്ലസ് സ്മോൾ ലെറ്റർ R. ഓക്കെ, ഇതിനെ നമുക്ക് അകത്തോട്ട് ഇൻറ്റു ചെയ്യാം. എപ്സിലോൺ = 0.4 × 4 0.4 × 4 1.6 എന്ന് കിട്ടും. പ്ലസ് 0.4 × R 0.4 R എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ്റെ വാല്യൂ എടുത്ത് ഇതിൽ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അല്ലെ, എപ്സിലോണിൻ്റെ വാല്യൂ എടുത്ത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒന്നാമത്തെ ഇക്വേഷൻ്റെ, അതായത് എപ്സിലോണിന് പകരം 1.2 പ്ലസ് 1.2 R = 1.6 പ്ലസ് 0.4 R. കണ്ടോ, ഇപ്പോൾ ഇവിടെ എപ്സിലോൺ എന്ന് പറയുന്ന വേരിയബിൾ ഇല്ല. ഇപ്പോൾ ഇവിടെ R മാത്രമേ ഉള്ളൂ അല്ലേ. ഇനി ഇത് സോൾവ് ചെയ്ത് R കണ്ടുപിടിക്കാം. ആറുള്ള ടേംസ് ഏതൊക്കെയാണ്? 1.2 R 0.4 R. ഇത് രണ്ടിലും R ഉണ്ട്. ആറിനെ എല്ലാം ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക. അപ്പോൾ 1.2 R ഇവിടെ ആൾറെഡി ഉണ്ട്. 0.4 R ഇപ്പോഴത്തെ ഒരു -0.4 R ആണ്. ഈക്വൽ ടു റൈറ്റ് സൈഡിൽ നമ്പർ 1.6 ഉണ്ട്. 1.2 എന്ന് പറയുന്ന നമ്പറിനെ അപ്പുറത്ത് കൊണ്ടുപോകുക. അപ്പോൾ -1.2 എന്ന് വരും അല്ലേ. ഇനി ഇത് മൈനസ് ചെയ്യുക. ഇത് മൈനസ് ചെയ്യുമ്പോൾ 0.8 R ഈക്വൽ ടു ഇത് മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4 അല്ലേ, 0.4 എന്ന് കിട്ടും. അതിൽ നിന്ന് R കണ്ടുപിടിക്കാം. R = 0.4 / 0.8. മുകളിലും താഴെയും 10 കൊണ്ട് എന്ത് ചെയ്യുക? അപ്പോൾ 4/8 എന്ന് വരും. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/2 ദാറ്റ് ഈസ് 0.5 ഓം. ഇന്റേണൽ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണല്ലോ, അതുകൊണ്ട് 0.5 ഓം എന്ന് വരും. അപ്പോൾ നമുക്ക് ഇന്റേണൽ റെസിസ്റ്റൻസ് കിട്ടി. എത്രയാണ്? 0.5 ഓം. ഇന്റേണൽ റെസിസ്റ്റൻസ് 0.5 ഓം എന്ന് കിട്ടി. ഇനി ഇതെടുത്ത് എന്ത് ചെയ്യുക? ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒന്നാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? EMF കിട്ടും. EMF = എത്താണ്? 1.2 പ്ലസ് 1.2 R എന്നാണ് EMF. അതായത് 1.2 പ്ലസ് 1.2 1.2 × 0.5 എന്നാണ്. അപ്പോൾ 1.2 പ്ലസ് ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ചെയ്യുമ്പോൾ 0.60 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1.8 വോൾട്ട് എന്ന് കിട്ടും. 8 വോൾട്ട്. അതായത് EMF അവസാനമായിട്ട് എഴുതുക ആൻസർ. EMF എന്ന് പറയുന്നത് 1.8 വോൾട്ടും ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.5 ഓം. ഓക്കെ, എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. ലാസ്റ്റ് കിട്ടുന്ന ആൻസർ ഒരിക്കൽ കൂടി എടുത്ത് എഴുതുന്നത് നന്നായിരിക്കും. 1.8 വോൾട്ടും 0.5 ഓം. ഓക്കെ, ഇതാണ് ആൻസർ. നമ്മൾ ഒരിക്കൽ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ്. അതായത് 2 സർക്യൂട്ട് തന്നിട്ട് അതിലെ കറണ്ടും റെസിസ്റ്റൻസ് ഒക്കെ തന്നിരിക്കും. അതിൽ നിന്ന് EMFും കണ്ടുപിടിക്കാൻ പറയും, ഇന്റേണൽ റെസിസ്റ്റൻസും കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ എന്ത് ചെയ്യുക? ഒന്നാമത്തെ ഇക്വേഷനിൽ ഒന്നാമത്തെ സർക്യൂട്ടിൽ നിന്ന് ഒരു ഇക്വേഷൻ എഴുതുക, രണ്ടാമത്തെ സർക്യൂട്ടിൽ നിന്ന് ഒരു ഇക്വേഷൻ എഴുതുക. അപ്പോൾ EMFും ആറും വെച്ചുള്ള 2 ഇക്വേഷൻ കിട്ടും. അത് രണ്ടും സോൾവ് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് ഏറ്റവും ഈസി. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്ത് EMFും ആറും കണ്ടുപിടിക്കുക. ഓക്കെ, ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. A battery of EMF 15 volt. A battery of EMF 15 volt. ഒരു ബാറ്ററി ഉണ്ട്, അതിൻ്റെ EMF തന്നിട്ടുണ്ട്. എത്രയാണ്? 15 വോൾട്ട് ആണ്. 15 വോൾട്ട് ആണ് അതിൻ്റെ EMF. ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് 3 ഓം. ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 ഓം. സ്മോൾ ലെറ്റർ R. ഇന്റേണൽ റെസിസ്റ്റൻസ് 3 ഓം ആണ്. ഈസ് കണക്റ്റഡ് ടു 2 റെസിസ്റ്റേഴ്സ് 3 ഓം ആൻഡ് 6 ഓം കണക്റ്റഡ് ഇൻ പാരലൽ. ഏതൊക്കെയാണ്? 3 ഓമും 6 ഓമും. 3 ഓമും 6 ഓമും പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. 3 ഓം പാരലൽ ടു 6 ഓം. ഇത് രണ്ടും പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിലാണ് നമ്മൾ കണക്ട് ചെയ്തത് അല്ലേ. 3 ഓം 6 ഓം കണക്ട് ഇൻ പാരലൽ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ കറണ്ട് ത്രൂ ദ ബാറ്ററി. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കറണ്ട്. ആ ബാറ്ററിയിൽ നിന്ന് ടോട്ടലായിട്ട് പോകുന്ന കറണ്ട് എത്ര? ഓക്കെ, കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം ഫോർമുല ഇതാണ്. ഒരു സെല്ല് ഏത് സർക്യൂട്ട് കണക്ട് ചെയ്താലും അവിടുത്തെ കറണ്ട് കണ്ടുപിടിക്കേണ്ട ഫോർമുല I = ε/ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് പ്ലസ് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്നാണ്. ഓക്കെ, ഇവിടെയും എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 3 ഓമും 6 ഓമും കണക്ട് ചെയ്തിട്ടുണ്ട്. രണ്ടെണ്ണം ഉണ്ടല്ലോ, ഇത് രണ്ടും പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ ഈ 3 ഓമും 6 ഓമും കൂടെ കൂടിച്ചേർന്ന് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള ടോട്ടൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ 3 ഓമും 6 ഓമും പാരലായതുകൊണ്ട് നമുക്ക് പറയാം ടോട്ടൽ റെസിസ്റ്റൻസ്, ടോട്ടൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 × R2 R1 + R2 എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ച് 3 × 6 3 + 6 എന്ന് എഴുതാം. അപ്പോൾ എത്ര കിട്ടും? 18/9. 2 ഓം.
ഓക്കെ, റെസിസ്റ്റൻസ് കിട്ടി. ഇനി നമുക്ക് ഈസി ആയിട്ട് കറണ്ട് കണ്ടുപിടിക്കാം. എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. കറണ്ട് കണ്ടുപിടിക്കാൻ എപ്സിലോൺ ബൈ ആർ പ്ലസ് ആർ. എപ്സിലോൺ എന്ന് പറയുന്നത് EMF എന്ന് പറയുന്നത് 15 വോൾട്ട് ആണ്. ആർ നമ്മൾ അവിടെ കണ്ടുപിടിച്ച് ടോട്ടൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് 2 പ്ലസ് ഇന്റേണൽ റെസിസ്റ്റൻസ് ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട് 3 ആണ്. അപ്പോൾ 15 ഡിവൈഡ് ബൈ 5 എത്ര കിട്ടും? 3 അല്ലെ. കറണ്ടാണ് കണ്ടുപിടിച്ചത്, യൂണിറ്റ് ആംപിയർ, 3 ആംപിയർ. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതേ ഉള്ളൂ. ആർ എന്ന് പറയുമ്പോൾ ഈ ആറ് ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ എടുത്ത് കൊടുക്കരുത്. ഇതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് ആദ്യം കണ്ടുപിടിക്കുക. അതായിരിക്കും എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ കറണ്ട് കിട്ടി. ഇനി ബി പാർട്ട്. ഈ ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട് ഇതാണ്. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടെർമിനൽസ് ഓഫ് ദ ബാറ്ററി. അപ്പോൾ ഈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാറ്ററിയുടെ വോൾട്ടേജ് EMF അല്ല, അതിനെ പറയുന്ന പേര് ടെർമിനൽ വോൾട്ടേജ് ആണ് അല്ലേ. ഒരു സെല്ലിൽ ഏതെങ്കിലും ഒരു ഡിവൈസ് കണക്ട് ചെയ്തതിന് ശേഷമുള്ള വോൾട്ടേജിനെയാണ് ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുക. അത് കണ്ടുപിടിക്കേണ്ട ഫോർമുല ബി പാർട്ട് അല്ലെ. ടെർമിനൽ വോൾട്ടേജ് കണ്ടുപിടിക്കേണ്ട ഫോർമുല ഇതാണ്. കറണ്ട്, ടോട്ടൽ കറണ്ട് ഇൻറ്റു ടോട്ടൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആണ്. ഇന്റേണൽ റെസിസ്റ്റൻസ് എടുക്കരുത്, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് മാത്രം. രണ്ടും നമുക്കറിയാം, വളരെ ഈസിയാണ്. കറണ്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 3 ആംപിയർ ഇൻറ്റു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് കണ്ടോ, 2 ഓം. അപ്പോൾ 3 × 2 6 വോൾട്ട് ആണ് എന്തോന്നു ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. കണ്ടോ, EMF 15 വോൾട്ട് ആണെങ്കിലും 6 വോൾട്ട് മാത്രമേ നമുക്ക് എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കിട്ടൂ. ബാക്കിയുള്ള 15 - 6 എത്രയാണ്? ഏകദേശം 8 വോൾട്ട് അല്ലെ. 8 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എവിടെ പോയി? സെല്ലിൻ്റെ അകത്ത്. സെല്ലിൻ്റെ അകത്ത് ഇന്റേണൽ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് അത്രയും വോൾട്ടേജ് സെല്ലിനകത്ത് നഷ്ടമായി. ബാക്കിയുള്ള 6 വോൾട്ട് മാത്രമേ നമുക്ക് വെളിയിൽ നമ്മുടെ യൂസിന് വേണ്ടി കിട്ടുകയുള്ളൂ. ഓക്കെ, അതാണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 6 വോൾട്ട്. അടുത്ത സി പാർട്ട് ഇതാണ്. ദ കറണ്ട് ഇൻ 3 ഓം റെസിസ്റ്റർ. ഓക്കെ, സി പാർട്ട്. കറണ്ട് ഇൻ 3 ഓം റെസിസ്റ്റർ. കറണ്ട് ഇൻ 3 ഓം റെസിസ്റ്റർ. 3 ഓം റെസിസ്റ്ററിൽ കൂടെ പോകുന്ന കറണ്ട് എത്രയാണ്? അപ്പോൾ നമുക്കറിയാം ഇത് രണ്ടും പാരലലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പാരലൽ കണക്ഷൻ്റെ പ്രത്യേകത കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും അല്ലേ. ഓരോ റെസിസ്റ്ററിൽ കൂടെയും പോകുന്ന കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് 3 ഓം റെസിസ്റ്ററിൽ കൂടെ പോകുന്ന കറണ്ട് ആയിരിക്കില്ല 6 ഓം റെസിസ്റ്ററിൽ കൂടെ പോകും. ഓക്കെ, അപ്പോൾ എന്താണ് സെയിം? പാരലൽ കണക്ഷനിൽ സെയിം ആയിട്ടുള്ളത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. വോൾട്ടേജ് സെയിം ആയിരിക്കും, പക്ഷേ എന്ത് ഡിഫറൻ്റ് ആയിരിക്കും? കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെ രണ്ട് റെസിസ്റ്റൻസിനും കിട്ടുന്ന വോൾട്ടേജ് 15 വോൾട്ട് അല്ല, എത്രയാണ്? 6 വോൾട്ട് ആണ്. 15 വോൾട്ടും അതിന് കിട്ടില്ല, 6 വോൾട്ടേ കിട്ടുള്ളൂ. കാരണം ഇതാണ് ടെർമിനൽ വോൾട്ടേജ്. കുറേ വോൾട്ടേജ് സെല്ലിൻ്റെ അകത്ത് നഷ്ടമാവും. അപ്പോൾ 6 വോൾട്ട് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ വോൾട്ടേജ് സെയിം ആയിരിക്കും. അപ്പോൾ 3 ഓം റെസിസ്റ്റൻസിൽ കൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ വോൾട്ടേജ് ഡിവൈഡ് ബൈ 3 ഓം റെസിസ്റ്റൻസ് കറണ്ട് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ 3 ഓം റെസിസ്റ്റൻസിൽ കൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ്. വോൾട്ടേജ് സെയിം ആണ്, രണ്ടിനും സെയിം ആണ്. രണ്ടിനും 6 വോൾട്ടിന് കിട്ടും. അപ്പോൾ 3 ഓമിൽ കൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ 6 ഡിവൈഡ് ബൈ 3 ഓം. 3 ഓമിൽ കൂടെ പോകുന്ന കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6 ഓമിൽ കൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ 6 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 6 ഡിവൈഡ് ബൈ 3 ആൻസർ 2 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ, ക്വസ്റ്റ്യൻസ് തീരുന്നില്ല, ഇനിയുണ്ട്. ദ കറണ്ട് ഇൻ 6 ഓം റെസിസ്റ്റർ, അതാണ് ഡി പാർട്ട്. പാർട്ട് ഡി. ഓക്കെ, പാർട്ട് ഡി നമുക്ക് ഇങ്ങനെ എഴുതാം. 6 ഓമിൽ കൂടെ പോകുന്ന റെസിസ്റ്റൻസ് വളരെ സിമ്പിൾ ആണ്. ഇതുപോലെ തന്നെയാണ്. 6 ഓമിൽ കൂടെ പോകുന്ന റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വോൾട്ടേജിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വോൾട്ടേജ് എത്രയാണ്? 6 ബൈ 6 ആൻസർ 1 ആംപിയർ അല്ലെ. 1 ആംപിയർ കറണ്ട്. ഓക്കെ, ഇത് കറക്റ്റ് ആണോ എന്ന് പറയാൻ ഒരു വഴിയുണ്ട്. അതായത് 3 ഓമിൽ കൂടെ പോകുന്ന കറണ്ട് 2 ആംപിയർ, 6 ഓമിൽ കൂടെ പോകുന്ന കറണ്ട് 1 ആംപിയർ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ കറണ്ട് കിട്ടണം. 2 + 1 3. ഓക്കെ, അങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത ആൻസർ കറക്റ്റ് ആണ് എന്ന് പറയാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ ഒരു സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ. 2 റെസിസ്റ്ററുകൾ പാരലായിട്ട് കൊടുത്തിട്ടുണ്ട്. 2 റെസിസ്റ്ററുകൾ പാരലായിട്ടുണ്ട്. 2 ഓം 6 ഓം. ഇതിൻ്റെ വാല്യൂ നമുക്കറിയില്ല, 6 ഓം എന്ന് തന്നിട്ടുള്ളൂ. ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ അറിയാം. 2 റെസിസ്റ്ററുകൾ പാരലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് സീരീസ് ആയിട്ട് മറ്റൊരു റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ 4 ഓം ആണ്. അതൊരു ബാറ്ററിയുമായി കണക്ട് ചെയ്തിരിക്കുന്നു. ബാറ്ററിയുടെ EMF 2 വോൾട്ടാണ്. 2 വോൾട്ടാണ് അതിൻ്റെ EMF. ഇന്റേണൽ റെസിസ്റ്റൻസ്, ഇതാണ് ഇന്റേണൽ റെസിസ്റ്റൻസ്, ബാറ്ററിക്കകത്തുള്ള റെസിസ്റ്റൻസ്. അത് 3 ഓം ആണ്. ഇതിൽ നിന്നും ഡ്രോ ചെയ്യുന്ന കറണ്ട്, ഈ സർക്യൂട്ട് ഇതിൽ നിന്നും ഈ സെല്ലിൽ നിന്നും വലിച്ചെടുക്കുന്ന കറണ്ട് 0.25 ആംപിയർ ആണ്. ഇത്രയാണ് തന്നിരിക്കുന്ന ഡേറ്റാസ്. ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കേണ്ട ഇതൊക്കെയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ 4 ഓം റെസിസ്റ്റർ. 4 ഓം റെസിസ്റ്ററിന് കിട്ടുന്ന വോൾട്ടേജ് എത്ര? നമുക്കറിയാം
ഈ രണ്ട് റെസിസ്റ്ററും ഇത് രണ്ടും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ ഇതിന് കിട്ടുന്ന വോൾട്ടേജ് ആയിരിക്കില്ല ഇതിന് കിട്ടുന്ന വോൾട്ടേജ്. ഇതിന് കിട്ടുന്ന വോൾട്ടേജ് ഡിഫറെൻ്റ് ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ കുറച്ച് ചിന്തിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. അതായത് 4 ഓമിന് കിട്ടുന്ന വോൾട്ടേജ് എത്ര എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് വോൾട്ടേജ് അക്രോസ് 4 ഓം റെസിസ്റ്റർ എത്രയാണ് ക്വസ്റ്റ്യൻ. 4 ഓം റെസിസ്റ്ററിന് കിട്ടുന്ന വോൾട്ടേജ് സാധാരണ രീതിയിൽ ഓംസ് ലോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. 4 ഓമിൽ കൂടെ പോകുന്ന വോൾട്ടേജ് 4 ഓമിൻ്റെ വോൾട്ടേജ് എത്രയാണെന്ന് ചോദിച്ചാൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് അല്ലേ. 4 ഓമിൽ കൂടെ പോകുന്ന കറണ്ട് എത്രയാണെന്ന് അറിയണം. 4 ഓമിൽ കൂടെ പോകുന്ന കറണ്ട് എത്രയാണോ ആ കറണ്ടിനെ 4 ഓം കൊണ്ട് റെസിസ്റ്റൻസ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി വോൾട്ടേജ് കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ സെല്ലിൽ നിന്നും ഈ വയർ വഴി ഇങ്ങോട്ട് പോകുന്ന കറണ്ട് 0.25 ആംപിയർ ആണെങ്കിൽ ഈ സെല്ലിലോട്ട് തിരിച്ചു വരുന്ന കറണ്ടും എന്ത് തന്നെയായിരിക്കും 0.25 ആംപിയർ തന്നെ ആയിരിക്കും. അതായത് ഈ 0.25 ആംപിയർ ഈ ജംഗ്ഷനിൽ വരും. ഇവിടെ വന്നിട്ട് 2 റെസിസ്റ്ററുകളിലായിട്ട് സ്പ്ലിറ്റ് ആയി പോകും. അപ്പോൾ കറണ്ട് മാറും. ഇതിൽ കൂടെ പോകുന്ന കറണ്ട് വേറെ ആയിരിക്കും, ഇതിൽ കൂടെ പോകുന്ന കറണ്ട് വേറെ ആയിരിക്കും. ആ കറണ്ട് ഇവിടെ വന്നതിന് ശേഷം അവ രണ്ടും വീണ്ടും ജോയിൻ ചെയ്ത് വീണ്ടും എത്ര തന്നെയാവും 0.25 ആംപിയർ തന്നെ ആവും അല്ലേ. ഇപ്പോൾ 0.25 ആംപിയർ സ്പ്ലിറ്റായി രണ്ടായിട്ട് വന്നിട്ട് വീണ്ടും അവ ഒരുമിച്ച് ചേർന്ന് 0.25 ആംപിയർ ആയിട്ട് തന്നെ ഇതുവഴി വരും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 4 ഓമിൽ കൂടെ പോകുന്ന കറണ്ട് എന്ത് തന്നെയാണ് 0.25 ആംപിയർ തന്നെയാണ്. അതറിയാമെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അതായത് 4 ഓമിൻ്റെ വോൾട്ടേജ് എത്രയെന്ന് ചോദിച്ചാൽ കറണ്ട് ഇൻറ്റു 4 ഓം അല്ലേ. കറണ്ടിൻ്റെ റെസിസ്റ്റൻസ് കറണ്ട് ഇൻറ്റു 4 ഓമിൽ കൂടെ പോകുന്ന കറണ്ടിനെ 4 ഓം കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഫിസിക്കൽ ടു കറണ്ട് എത്രയാണ് 0.25 ഇൻറ്റു 4 എത്ര കിട്ടും 1 വോൾട്ട് അല്ലേ. 1 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് എ പാർട്ട്. അടുത്ത് നമുക്ക് ബി പാർട്ടിലോട്ട് നോക്കാം. ബി പാർട്ട് ഇതാണ്. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇന്റേണൽ റെസിസ്റ്റൻസ് എത്രയാണ് 3 ഓം. 3 ഓം ബാറ്ററിയുടെ അകത്ത് നഷ്ടമാകുന്ന വോൾട്ടേജ് എത്ര. ബാറ്ററിയുടെ അകത്ത് റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ റെസിസ്റ്റൻസിനും കുറച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടും. ആ ബാറ്ററിയുടെ അകത്തുള്ള സെല്ലിൻ്റെ അകത്തുള്ള 3 ഓം റെസിസ്റ്റൻസിൻ്റെ അകത്തുള്ള 3 ഓം റെസിസ്റ്റൻസിന് കിട്ടുന്ന വോൾട്ടേജ് എത്ര. അതും ഇതേ ഫോമിൽ തന്നെയാണ് കറണ്ട് ഇൻറ്റു. നമുക്കറിയാം 0.25 കറണ്ട് ആംപിയർ കറണ്ട് തന്നെയാണ് ഈ സെല്ലിൻ്റെ അകത്തൂടെയും ഫ്ലോ ചെയ്യുക. 0.25 ആംപിയർ കറണ്ട് ഇതിൽ വന്ന് സെല്ലിൻ്റെ അകത്തൂടെയും 0.25 തന്നെയാണ് ആ കറണ്ട് ഇൻറ്റു 3 ഓമിൽ കൂടെ വോൾട്ടേജ് കണ്ടുപിടിക്കണമെങ്കിൽ 3 ഓം കൊണ്ട് ചെയ്യുക. 3 ഓമിൻ്റെ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ I ഇൻറ്റു 3 ഓം. അപ്പോൾ I എത്രയാണ് 0.25 തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ആ കറണ്ട് തന്നെയാണ് സെല്ലിൽ കൂടെയും പോവുക ഇൻറ്റു 3. അപ്പോൾ എത്ര കിട്ടും 0.75 വോൾട്ട് എന്ന് കിട്ടും. അതായത് 0.75 വോൾട്ടേജ് സെല്ലിൻ്റെ അകത്ത് നഷ്ടമാവുകയാണ്, സെല്ലിൻ്റെ അകത്ത് കിട്ടുകയാണ് 0.75 വോൾട്ട്. ഇതാണ് ബി പാർട്ടിൻ്റെ ആൻസർ. അടുത്ത് നമുക്ക് സി പാർട്ടിലോട്ട് പോവാം. സി പാർട്ട് ഇതാണ്. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ R ആൻഡ് 2 ഓം റെസിസ്റ്റർ. ഇതിന് രണ്ടിനും കിട്ടുന്ന റെസിസ്റ്റൻസ് എത്ര. നമുക്കറിയാം ഇത് രണ്ടും പാരലാണ്, അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് രണ്ടുപേർക്കും കിട്ടുന്ന വോൾട്ടേജ് സെയിം ആയിരിക്കും. അതെത്ര. ഓക്കെ, ഇതിന് രണ്ടിനും കൂടെ ഒരുമിച്ച് കിട്ടുന്ന വോൾട്ടേജ്, കാരണം പ്രത്യേകിച്ച് ചോദിക്കാൻ പറ്റില്ല, കാരണം രണ്ടും പാരലായതുകൊണ്ട് വോൾട്ടേജ് സെയിം ആയിരിക്കും. 2 ഓമിന് എത്ര വോൾട്ടേജ് കിട്ടുമോ അത്രയും വോൾട്ടേജ് തന്നെയായിരിക്കും 6 ഓമിന് കിട്ടുക. അതിന് രണ്ടിനും കിട്ടുന്ന വോൾട്ടേജ് എത്ര, അതാണ് സി അല്ലെ. വോൾട്ടേജ് അക്രോസ് 2 ഓം ആൻഡ് 6 ഓം അല്ലെ. 2 ഓമിനും 6 ഓമിനും അക്രോസ് ആയിട്ട് കിട്ടുന്ന വോൾട്ടേജ് എത്ര നോക്കാം. വളരെ സിമ്പിളാണ്, കാരണം നമുക്ക് ഇപ്പോൾ 4 ഓമിന് കിട്ടുന്ന വോൾട്ടേജ് എത്രയാണെന്ന് അറിയാം, ബാറ്ററിയുടെ അകത്ത് കിട്ടുന്ന വോൾട്ടേജ് എത്രയാണെന്ന് അറിയാം. നമ്മൾ മൊത്തത്തിൽ കൊടുത്ത വോൾട്ടേജ് എത്രയാണ് 2 വോൾട്ടാണ് അല്ലേ. അതാണ് EMF. നമുക്കറിയാം നമ്മുടെ ഫോർമുല ഇതാണ്. EMF എന്ന് പറഞ്ഞാൽ EMF കണ്ടുപിടിക്കാൻ ടോട്ടൽ വോൾട്ടേജ് 2 വോൾട്ടാണ്. അതിൽ ഈ 2 വോൾട്ടിലെ എത്ര വോൾട്ട് 1 വോൾട്ട് ആർക്ക് കിട്ടി 4 ഓം. നമ്മൾ കൊടുക്കുന്ന ടോട്ടൽ വോൾട്ടേജ് 2 വോൾട്ടാണ്, അതാണ് EMF. ടോട്ടൽ വോൾട്ടേജ് 2 വോൾട്ടാണ്. അതിൽ 1 വോൾട്ട് ആർക്ക് കിട്ടി 4 ഓമിന് കിട്ടി. 0.75 വോൾട്ട് എവിടെ പോയി സെല്ലിൻ്റെ അകത്ത് പോയി. ബാക്കി എത്ര വോൾട്ടേജ് ബാക്കിയുണ്ടോ അതായിരിക്കും ആർക്ക് കിട്ടുക, ഇവർക്ക് രണ്ടുപേർക്കും കൂടെ കിട്ടുക. ഇവിടെ മൊത്തം EMF 2 വോൾട്ടാണ്. ഈ മൊത്തം വോൾട്ടേജിൻ്റെ കുറച്ച് ഭാഗം 4 ഓമിന് പോകും, കുറച്ച് ഭാഗം സെല്ലിൻ്റെ അകത്ത് പോകും. ബാക്കി എത്രയുണ്ടോ അതായിരിക്കും ഇയാൾക്ക് കിട്ടുക. അപ്പോൾ 4 ഓമിന് എത്ര പോയെന്ന് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ, 1 വോൾട്ടാണ്. സെല്ലിൻ്റെ അകത്ത് എത്ര കിട്ടിയെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. കണ്ടോ, എ പാർട്ടും ബി പാർട്ടും ചെയ്താലേ നമുക്ക് സി പാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, മൊത്തം വോൾട്ടേജ് എത്രയാണോ, മൊത്തം വോൾട്ടേജ് എത്രയാണ് EMF അല്ലേ, EMFിൽ നിന്നും എന്തൊക്കെ മൈനസ് ചെയ്യണം, വോൾട്ടേജ് അക്രോസ് 4 ഓം, 4 ഓമിന് കിട്ടുന്ന വോൾട്ടേജും കളയണം. അത് കഴിഞ്ഞിട്ട് വോൾട്ടേജ് അക്രോസ് 3 ഓം
അല്ലെ, ബാക്കി എത്രയുണ്ടോ അതായിരിക്കും ഈ സർക്യൂട്ടിന് കിട്ടുക. അതായത് EMF എന്ന് പറയുന്നത് എത്രയാണ്? 2 മൈനസ് 4 ഓമിന് കിട്ടുന്ന വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിച്ചു 1, മൈനസ് 3 ഓമിന് കിട്ടുന്ന വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിച്ചു 0.75. ഓക്കെ, അപ്പോൾ 2 മൈനസ് 1.75 എന്ന് വരും. ആൻസർ 0.25 വോൾട്ട് എന്ന് വരും. ഇങ്ങനെ കണ്ടുപിടിക്കുക. അതായത് EMFൽ നിന്നും ബാക്കിയുള്ള 2 വോൾട്ടേജ് മൈനസ് ചെയ്തിട്ട് ബാക്കി എത്ര വോൾട്ടേജ് ഉണ്ടോ അതായിരിക്കും ഇവർക്ക് രണ്ടുപേർക്കും കിട്ടുക. ഓക്കെ, അടുത്ത അവസാനത്തെ ക്വസ്റ്റ്യൻ തീരുന്നില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ വാല്യൂ ഓഫ് R. നമുക്കൊരു റെസിസ്റ്റൻസിന്റെ വാല്യൂ തന്നിട്ടില്ല അല്ലേ? ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. R എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, R എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാൻ, ഇതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെ, ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 into R/2 plus R. ഓക്കെ, ഡി പാർട്ടാണ്, ഡി പാർട്ടിന്റെ ആൻസർ ആണ്. നമുക്ക് ക്യാപിറ്റൽ R ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 2 into R plus 2 plus R, അതായത് R1 R2 divided by R1 plus R2. ഇതാണ് ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഓംസിലെ അനുസരിച്ച് ടോട്ടൽ വോൾട്ടേജ് ബൈ ടോട്ടൽ കറണ്ട് ചെയ്താൽ മതിയല്ലോ. ടോട്ടൽ വോൾട്ടേജ് ബൈ ടോട്ടൽ കറണ്ട്, അതായത് 2 into R/2 plus R is equal to, ഇതിന് കിട്ടുന്ന വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 0.25. ഇതിന് കിട്ടുന്ന വോൾട്ടേജ് ആണ്. ഇതിന് കിട്ടുന്ന വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇതിന് കിട്ടുന്ന മൊത്തം കറണ്ട് എത്രയാണ്? 0.25 ആംപിയർ കറണ്ടാണ്. ഇതിന് രണ്ടിലും കൂടെ ഒരുമിച്ച് കയറി പോകണം. 0.25 ആംപിയർ രണ്ടിലും സ്പ്ലിറ്റ് ചെയ്യും. പക്ഷേ ഇതിന് കിട്ടുന്ന ടോട്ടൽ കറണ്ട് എത്ര തന്നെയാണ്? 0.25 ആംപിയർ തന്നെയാണ്. അപ്പോൾ നമുക്ക് കിട്ടും 2R divided by 2 plus R is equal to 1 എന്ന് കിട്ടും. അതിന് 2R is equal to, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 plus R എന്ന് കിട്ടും. അതിന് 2R minus R is equal to 2 എന്ന് കിട്ടും. 2R minus R ചെയ്താൽ R is equal to 2 ohm. R is equal to 2 ohm എന്ന് കിട്ടും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് കിട്ടി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വോൾട്ടേജ്, ഇതിന് കിട്ടുന്ന വോൾട്ടേജിനെ ഇതിൽ കൂടെ പോകുന്ന ടോട്ടൽ കറണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വോൾട്ടേജും കറണ്ടും ഒക്കെ നമുക്കറിയാം. അതിൽ നിന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഡി പാർട്ട്. ഒരു വലിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഒരു സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 6 ohm 4 ohm എന്ന് പറയുന്ന 6 ohm 4 ohm പിന്നെ ഒരു 2 ohm റെസിസ്റ്ററുകൾ ഈ രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടെ പോകുന്ന കറണ്ട് എത്രയെന്ന് കണ്ടുപിടിക്കാൻ ഒരു അമീറ്റർ അറിയാലോ, കറണ്ട് മെഷർ ചെയ്യുന്ന ഡിവൈസ് ആണ് അമീറ്റർ. ഇതിൽ എത്ര കറണ്ടാണ് പോകുന്നതെന്ന് കണ്ടുപിടിക്കാൻ ഇവിടെ അമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു സെല്ലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ സർക്യൂട്ട്. ക്വസ്റ്റ്യൻ ഇതാണ്. 3 resistors of 6 ohm, 2 ohm and 4 ohm are joined to an ammeter and a cell of EMF 6 volt as shown in figure. Calculate the effective resistance of the circuit. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, A part. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ഇവിടെ സെല്ലിൻ്റെ അകത്തുള്ള റെസിസ്റ്റൻസ്, അതായത് ഇന്റേണൽ റെസിസ്റ്റൻസ് എത്രയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇന്റേണൽ റെസിസ്റ്റൻസ് ഇല്ല എന്ന് വിചാരിക്കുക. ഇന്റേണൽ റെസിസ്റ്റൻസ് ഇല്ല, 0 ആണ്. സാധാരണ രീതിയിൽ ഒരു സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് വളരെ ചെറുതായിരിക്കും. ഓക്കെ, ചില ക്വസ്റ്റ്യനിൽ നമ്മളത് പരിഗണിക്കാറുണ്ട്, ചിലതിൽ നമ്മളത് നെഗ്ലക്റ്റ് ചെയ്യാറുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ അതില്ല. അപ്പോൾ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ വെളിയിലുള്ള റെസിസ്റ്റൻസുകളുടെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇവിടെ നിങ്ങൾ കാണുമ്പോൾ അറിയാം ഈ 2 റെസിസ്റ്ററുകളും ഡയറക്റ്റ് ആയിട്ട് സെല്ലിൽ കണക്ട് ചെയ്തിട്ടില്ല അല്ലേ? അതുകൊണ്ട് തന്നെ ഇത് രണ്ടും സീരീസ് ആണ്. ഈ 2 റെസിസ്റ്ററുകളും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും സീരീസ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും സീരീസ് ആയതുകൊണ്ട് നമുക്ക് എഴുതാം 4 ohm and 2 ohm are in series. അത് രണ്ടും സീരീസ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസിനെ R' എന്ന് എഴുതാം. ഏത് ഇലക്ട്രോൺ കൊടുക്കാം, ഞാനിവിടെ R' കൊടുക്കുന്നു. സീരീസ് ആയതുകൊണ്ട് നമുക്കറിയാം ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട ഫോർമുല R1 plus R2, അതായത് 4 plus 2 6 ohm. ഓക്കെ, അപ്പോൾ ഈ 2 റെസിസ്റ്ററുകൾക്ക് പകരം, ഇവയ്ക്ക് രണ്ടിനും പകരം നമുക്ക് എന്ത് കൊടുക്കാം? 6 ohm കൊടുക്കാം. ഇവയ്ക്ക് രണ്ടിനും പകരം ഈ രണ്ടും മാറ്റിയതിന് ശേഷം ഒരു 6 ohm റെസിസ്റ്റർ ഇവിടെ വെച്ചാൽ, 4 ohm അല്ല 6 ohm വെച്ച് കഴിഞ്ഞാൽ R' ആണ്. R' 6 ohm വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കാണാം ഇത് രണ്ടും ഇപ്പോൾ എങ്ങനെയാണ്? പാരലാണ്. ആദ്യം 2 റെസിസ്റ്ററുകൾ സീരീസ് ആയിരുന്നു, അവ രണ്ടും മാറ്റിയതിന് ശേഷം ഞാൻ അതിനെ 6 ohm ആക്കി. ടോട്ടൽ റെസിസ്റ്റൻസ് 6 ohm ആണ്. ഇനി ഇവ രണ്ടും പാരലാണ് അല്ലേ? അപ്പോൾ R' പിന്നെ ഈ R1 എങ്ങനെയാണ്? പാരലാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ടോട്ടൽ റെസിസ്റ്റൻസ് പാരലാണ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? രണ്ടും ഒരേ വാല്യൂ ആണല്ലോ അല്ലേ? 2 റെസിസ്റ്റൻസിന് ഒരേ വാല്യൂ ആണ്, വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? ഒരു റെസിസ്റ്റൻസിന്റെ വാല്യൂവിനെ എത്ര റെസിസ്റ്ററുകളുണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 6 divided by 2, ആൻസർ എത്രയാണ്? 3 ohm എന്ന് കിട്ടും. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമ്മൾ കണ്ടുപിടിച്ചു 3 ohm. ഓക്കെ, ഇതാണ് എ പാർട്ടിൻ്റെ ആൻസർ. അടുത്ത ബി പാർട്ട് എന്ന് പറയുന്നത് ദ റീഡിംഗ് ഓഫ് അമീറ്റർ. ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു, എത്രയാണ്? 3 ohm. ഇനി അമീറ്റർ റീഡിംഗ്, കറണ്ട് അല്ലേ? കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. കറണ്ട് ഇസ് ഈക്വൽ ടു
ടോട്ടൽ കറണ്ട് ആണ്, അമീറ്റർ ഇവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ കറണ്ട് ആണ്. അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് അല്ലേ, I is equal to V by R. വോൾട്ടേജ് എത്രയാണ്? 6 വോൾട്ട്. ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു, എത്രയാണ്? 3. 6/3 ആൻസർ 2 ആംപിയർ എന്ന് കിട്ടും. ഇതായിരിക്കും ഈ അമീറ്ററിൽ കാണിക്കുന്ന കറണ്ട്, 2 ആംപിയർ കറണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ആ ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഇതും കൂടെ പഠിക്കാം. കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ വിട്ടിട്ടുണ്ട്, കാരണം നമ്മുടെ കൊറോണ കാരണം 4 ഓം റെസിസ്റ്ററിൽ കൂടുതൽ റെസിസ്റ്ററുള്ള ന്യൂമറിക്കൽസ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. A cell of EMF 2 volt and internal resistance 1.2 ohm is connected into an ammeter of resistance 0.8 ohm and 2 resistors of 4.5 ohm and 9 ohm are shown in the figure. ഓക്കെ, ഇവിടെ ഒരു സർക്യൂട്ട് ഡയഗ്രം ഉണ്ട്. നമുക്ക് സർക്യൂട്ട് ഡയഗ്രം നോക്കാം. ഇതാണ് സർക്യൂട്ട്. നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള സർക്യൂട്ട് ഇതാണ്. കണ്ടോ, 4.5 ohm 9 ohm ഈ രണ്ട് റെസിസ്റ്ററുകൾ പാരലൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന് സീരീസ് ആയിട്ട് കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അമ്മീറ്ററിനും റെസിസ്റ്റൻസ് ഉണ്ട്. ഏത് ഡിവൈസ് കണക്ട് ചെയ്താലും അതിന് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അമ്മീറ്ററിന്റെ റെസിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട് 0.8 ohm. പിന്നെ സെല്ലിനകത്തും റെസിസ്റ്റൻസ് ഉണ്ട്. സെല്ലിനകത്തുള്ള ഇന്റേണൽ റെസിസ്റ്റൻസും തന്നിട്ടുണ്ട് 1.2 ohm. ഓക്കെ, എത്ര റെസിസ്റ്റൻസുകളുണ്ട്? മൊത്തം 1, 2, 3, 4 4 റെസിസ്റ്ററുകളുണ്ട്. 2 വോൾട്ട് ബാറ്ററിയുമായി കണക്ട് ചെയ്തിരിക്കുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ദ റീഡിംഗ് ഓഫ് ദ അമീറ്റർ. അമീറ്ററിന്റെ റീഡിംഗ് എത്രയാണ്? ഇതിൽ കൂടെ പോകുന്ന ടോട്ടൽ കറണ്ട് അല്ലെ. അമീറ്റർ ഏറ്റവും വെളിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. ഇവിടെ കണക്ട് ചെയ്തിരുന്നെങ്കിൽ 4.5 ഓമിൽ കൂടെ പോകുന്ന കറണ്ട് ആയനെ. ഇവിടെ കണക്ട് ചെയ്തിരുന്നെങ്കിൽ 9 ഓമിൽ കൂടെ പോകുന്ന കറണ്ട് ആയനെ. പക്ഷെ ഇവിടെ കണക്ട് ചെയ്താൽ സെല്ലിൽ നിന്നുള്ള ഡയറക്റ്റ് കണക്ഷനാണ്. അപ്പോൾ ടോട്ടൽ കറണ്ട് ആയിരിക്കും. അപ്പോൾ ടോട്ടൽ കറണ്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ടോട്ടൽ വോൾട്ടേജിനെ ടോട്ടൽ റെസിസ്റ്റൻസ് കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ഇതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇവിടെ എത്ര റെസിസ്റ്ററുകളുണ്ട്? 1, 2, 3, 4 റെസിസ്റ്ററുകളുണ്ട് അല്ലേ. ആദ്യം നമുക്ക് ഇത് എടുക്കാം. ഇത് രണ്ടും പാരലാണല്ലോ. അപ്പോൾ 4.5 ഓമും 9 ഓമും പാരലാണ്. ഓക്കെ, അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസിനെ നമുക്ക് R ഡാഷ് എന്ന് എടുക്കാം. R ഡാഷ് ഇസ് ഈക്വൽ ടു എന്ത് വരും? 4.5 ഇൻറ്റു 9 ഡിവൈഡ് ബൈ 4.5 പ്ലസ് 9 അല്ലെ. R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 40.5 ബൈ 13.5 എന്ന് കിട്ടും. ഇത് ഡിവൈഡ് ചെയ്യുക. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 ഓം എന്ന് കിട്ടും. 3 ഓം റെസിസ്റ്റൻസ് ആണ് ഇതിൻ്റെ രണ്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇനി ഈ 3 ഓമും ഈ 0.8 ഓമും ഈ 1.2 ഓമും ഇവ മൂന്നും എങ്ങനെയാണ്? സീരീസ് ആണ് അല്ലേ. ഇത് രണ്ടും കൂടെ ചേർന്ന് 3 ഓമായി. ഇത് രണ്ടും കൂടെ ചേരുന്ന 3 ഓമും 0.8ഉം ഇതിനകത്തുള്ള റെസിസ്റ്റൻസും സീരീസ് ആണ്. അതായത് ഈ 3 ഓമും പിന്നെ 0.8 ഓമും പിന്നെ 1. പാരലല്ല, 3 ഓമും 0.8 ഓമും പിന്നെ 1.2 ഓമും ഇവരെല്ലാം എന്താണ്? സീരീസ് ആണ്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. 3 പ്ലസ് 0.8 പ്ലസ് 1.2 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 5 ഓം എന്ന് കിട്ടും. 5 ഓം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് 5 ഓം. ഇതിന് നമുക്ക് R ഡബിൾ ഡാഷ് എന്ന് പോലും ഇടാം. കാരണം ഈ ഇന്റേണൽ റെസിസ്റ്റൻസ് 1.2 ആണ്. നമുക്ക് പിന്നീട് ആവശ്യം വരും. ഇന്റേണൽ റെസിസ്റ്റൻസ് 1.2 ആണ്. അപ്പോൾ വെളിയിലുള്ള റെസിസ്റ്ററുകൾ മാത്രം, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് മാത്രമാണെങ്കിൽ ഈ 5 ഓം എന്ന് പറഞ്ഞാൽ ഇന്റേണൽ റെസിസ്റ്റൻസും കൂടെ കൂട്ടിയുള്ളതാണ്, മൊത്തം റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അതിൽ നിന്നും 1.2 ഒന്ന് മൈനസ് ചെയ്ത് വെക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നീട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാൻ ആവശ്യമായി വരും. അത് നമുക്ക് അപ്പം ചെയ്യാം. ഇപ്പോഴത്തേക്ക് ഇതൊന്ന് മാറ്റി കളയാം. നമുക്ക് ഇവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര കിട്ടി? 5 ഓം. ഈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വെളിയിലുള്ള എക്സ്റ്റേണൽ റെസിസ്റ്ററുകളായ 9 ഓമും 4.5ഉം 0.8 ഓമും പ്ലസ് അകത്തുള്ള റെസിസ്റ്റർ, സെല്ലിന്റെ അകത്തുള്ള റെസിസ്റ്റൻസും കൂടെ കൂടിച്ചേർന്നാണ് 5 ഓം. അത് മറക്കരുത്. ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് 5 ഓം. ഓക്കെ, അപ്പോൾ കറണ്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കറണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? കറണ്ട് കണ്ടുപിടിക്കാൻ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താണ്? EMF ഡിവൈഡ് ബൈ R പ്ലസ് R. എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് പ്ലസ് ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. ഫിസിക്കൽ ടു EMF എത്രയാണ്? 2 ഡിവൈഡ് ബൈ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഇന്റേണൽ റെസിസ്റ്റൻസ് എല്ലാം കൂടെ കൂട്ടിയാണ് നമ്മളിവിടെ ചെയ്യണം അല്ലേ. എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഇന്റേണൽ റെസിസ്റ്റൻസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഇത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വാല്യൂ എടുക്കാൻ നമുക്ക് ഡയറക്റ്റ് ടൈം കൊടുത്താൽ മതി. 5 ഇന്റേണൽ റെസിസ്റ്റൻസ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസും കൂടെ ആഡ് ചെയ്തതാണ് 5 ഓം. അപ്പോൾ 2 ഡിവൈഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 0.4 ആംപിയർ എന്ന് കിട്ടും. ഇതാണ് എ പാർട്ടിന്റെ ആൻസർ. അപ്പോൾ എ പാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക, കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഞാനിവിടെ എല്ലാം കൂടെ ഒരുമിച്ച് കണ്ടുപിടിച്ചു. വേറെ രീതിയുണ്ട്, എക്സ്റ്റേണൽ റെസിസ്റ്റൻസുകൾ മാത്രം കണ്ടുപിടിക്കുക, അതിനെ R എന്ന് കൊടുക്കുക. ഇന്റേണൽ റെസിസ്റ്റൻസ് പ്രത്യേകിച്ച് ആഡ് ചെയ്ത് ചെയ്യാം, അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ എല്ലാം കൂടെ ആഡ് ചെയ്ത് പോയി. അതുകൊണ്ട്
ഡയറക്റ്റ് ആയിട്ട് 5 എന്ന് കൊടുത്തു. ഇല്ലായിരുന്നെങ്കിൽ നമ്മളിവിടെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസും ഇന്റേണൽ റെസിസ്റ്റൻസും പ്രത്യേകിച്ച് കൊടുത്തേനെ. ഓക്കെ, അങ്ങനെയാണ് എ പാർട്ട്. അടുത്ത് നമുക്ക് ബി പാർട്ടിലോട്ട് പോവാം. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ടെർമിനൽസ് ഓഫ് ദ സെൽ. സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ V = I × R ആണ്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, R എന്ന് പറയുന്നത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആണ്. എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് അതാണ് ഞാൻ നേരത്തെ പ്രത്യേകിച്ച് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞത്. എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ 1.2 എടുക്കാൻ പാടില്ല. 1.2 ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. വെളിയിലുള്ള റെസിസ്റ്ററുകൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. വെളിയിലുള്ള എപ്പോഴും ശ്രദ്ധിക്കുക, ടെർമിനൽ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എപ്പോഴും ആ സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ചെയ്യരുത്, അത് കളയുക. ബാക്കിയുള്ള വെളിയിലുള്ള റെസിസ്റ്ററുകൾ മാത്രമേ ചെയ്യാവൂ. ഇതിൻ്റെ രണ്ടിൻ്റെയും സം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരുന്നു. എത്രയായിരുന്നു? ഇതിൻ്റെ രണ്ടിൻ്റെ 4.5 9 ഓമും പാരലൽ കണക്ട് ചെയ്തപ്പോൾ ഇത് രണ്ടും പാരലൽ കണക്ട് ചെയ്തപ്പോൾ 3 ഓം ആയിരുന്നു അല്ലേ 3 ഓം ആയിരുന്നു നമുക്ക് കിട്ടിയത്. പ്ലസ് 0.8 ഓമും കൂടെ ചേർന്ന് യഥാർത്ഥത്തിൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 3.8 ഓം ആണ്. എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ചേർന്ന് 3 ഓം പ്ലസ് 0.8 കൂടെ ചേർന്ന് 3.8 ഓം. ഓക്കെ, കറണ്ട് എത്രയാണ് നമ്മൾ കഴിഞ്ഞ എ പാർട്ടിൽ ചെയ്തിരുന്നത്? എത്രയായിരുന്നു? 0.4 ആംപിയർ ആണ്. ഇനി നമുക്ക് ടെർമിനൽ വോൾട്ടേജ് കൊടുത്ത് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. കറണ്ട് 0.4 ഇൻറ്റു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് 3.8. അപ്പോൾ 0.4 ഇൻറ്റു 3.8 ചെയ്യുക. അപ്പോൾ 1.52 വോൾട്ട് എന്ന് കിട്ടും. 1.52 വോൾട്ട്. ഇതാണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ 4.5 ഓം റെസിസ്റ്റർ. 4.5 ഓം റെസിസ്റ്ററിന് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? അല്ലേ, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 4.5 ഓമിന് എത്ര പൊട്ടൻഷ്യൽ കിട്ടുമോ അത് തന്നെയാണ് 9 ഓമിനും കിട്ടുക. 9 ഓമിനും 4.5 ഓമിനും ഒരേ പൊട്ടൻഷ്യലാണ് കിട്ടുക, കാരണം ഇവ രണ്ടും പാരലാണ്. അപ്പോൾ 4.5 ഓമിന് കിട്ടുന്ന പൊട്ടൻഷ്യൽ എത്രയെന്ന് ചോദിച്ചാലും 9 ഓമിന് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയെന്ന് ചോദിച്ചാലും രണ്ടും സെയിം തന്നെയാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ട ഫോർമുല ഇതിൽ കൂടെ പോകുന്ന ടോട്ടൽ കറണ്ട് ഇൻറ്റു ഇതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ്, കാരണം ഇത് രണ്ടും ഒരേ പൊട്ടൻഷ്യൽ ആണല്ലോ. ഇതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കൊണ്ട് ഇൻറ്റു ചെയ്യണം. V = IR. അത് തന്നെയാണ് ആൻസർ. അപ്പോൾ നമുക്ക് സി പാർട്ടിലോട്ട് പോവാം. സി പാർട്ട് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് 4.5 ഓം എന്ന് പറയുന്നത് ഇതിൽ കൂടെ പോകുന്ന ടോട്ടൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. ഏതിൻ്റെ റെസിസ്റ്റൻസ്? 4.5 ഓമും 4.5ഉം 9 ഓമും പാരലായിട്ട് 4.5 ഓമും 9 ഓമും പാരലായിട്ട് കണക്ട് ചെയ്തതിൻ്റെ റെസിസ്റ്റൻസ്. 4.5 ഓം പാരലൽ 9 ഓം. ഇത് പാരലായിട്ട് കണക്ട് ചെയ്തതിൻ്റെ റെസിസ്റ്റൻസ് വേണം ഇന്ത്യ, അല്ലാതെ ഏതെങ്കിലും റെസിസ്റ്റൻസ് ഇത് കൊടുക്കരുത്. കറണ്ട് നമുക്ക് കിട്ടി എത്രയാണ്? 0.4 ആംപിയർ കറണ്ടാണ് ഇതുവഴി എല്ലാം ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ടോട്ടൽ കറണ്ട് ഇവിടെ എത്തുമ്പോൾ ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. ഇതിൽ കൂടെ പോകുന്ന കറണ്ട് അല്ല ഇതിൽ കൂടെ പോകുക, രണ്ടും വേറെയാണ്. പക്ഷേ ഇതിൽ കൂടെ പോകുന്ന ടോട്ടൽ കറണ്ട് എത്ര തന്നെയാണ്? 0.4 തന്നെയാണ്. 0.4 ഇൻറ്റു ഇതിൻ്റെ രണ്ടിൻ്റെയും ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 3 ഓം അല്ലേ. നമ്മൾ 4.5 9 ഓമും പാരലൽ കണക്ട് ചെയ്തത് നമ്മൾ പാർട്ട് എയിൽ എന്തോ ചെയ്തതാണ്. അപ്പോൾ അത് രണ്ടും പാരലൽ കണക്ട് ചെയ്ത ടോട്ടൽ റെസിസ്റ്റൻസ് 3 ഓം ആണ്. അപ്പോൾ 3 × 4 ആൻസർ 1.2 വോൾട്ട്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ടെസ്റ്റിലുള്ളത്. ഇനി നമുക്ക് കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഇതിൻ്റെ ആൻസർ 1.2 വോൾട്ട് എന്ന് കിട്ടി. ഓക്കെ, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ബോർഡ് എക്സാമിന് ചെയ്യാൻ സാധിക്കൂ. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. Till then, bye.